എല്ലാവരുടെയും ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുകയും ചെയ്യുക. പറഞ്ഞ വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നേടിയെടുക്കാനും ആ വിശ്വാസം നിലനിർത്താനും ഏറെ സഹായകരമാണ്. കാരണമില്ലാതെ മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തളർന്നു പോകരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് ഒരു തെറ്റു സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ എത്തുന്ന ഒരു വിരലും നിങ്ങളുടെ ഒരു ശരി ചൂണ്ടിക്കാണിക്കാൻ ആ സമയത്ത് എത്തില്ല എന്നതാണ് സത്യം. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആത്മസംതൃപ്തിയുള്ള വിജയം കൈവരിക്കാൻ കഴിയൂ. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി നേടിയെടുക്കുന്ന വിജയം അർദ്ധമനസ്സുള്ള വിജയമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഏകാഗ്രമായ അർപ്പണ മനോഭാവം ആവശ്യമാണ്. ഏറ്റവും അധികം ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. സാഹചര്യം നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും ഒരു പൂർണ്ണ ശ്രമം നടത്തുക. സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ശക്തിയായി തുടരാൻ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർക്ക് കഴിയും. സ്നേഹത്തിനു വേണ്ടി ആരുടെ മുൻപിലും യാചിക്കാതിരിക്കുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നമ്മുടെ മനസ്സ് അറിയുന്നവർക്ക് മാത്രമേ നമ്മളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. എൻ്റെ നഷ്ടങ്ങളെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു. കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. ഒരുപാട് ഇഷ്ടപ്പെടുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും തന്നിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത സ്ത്രീയെ ഒരു പുരുഷന് മറക്കാൻ പ്രയാസമാണ്. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർ അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും. നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയത്തല്ല, നിങ്ങൾ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ്. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. പക്ഷേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത്.
കാരണം ആഗ്രഹിച്ച കാര്യം അതുപോലെ നടക്കാതെയാവുകയാണെങ്കിൽ നിങ്ങളുടെ നിരാശയും വളരെ ആഴമേറിയതാകും. ജീവിതത്തിൽ പല വേഷങ്ങൾ നമുക്ക് കെട്ടേണ്ടി വരുന്നു. സ്വപ്നങ്ങൾ പല കാഴ്ചകളും നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ സ്നേഹം എന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രം തരാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയോ വിലപേശി വാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. സ്നേഹം അഭിനയിക്കുന്ന സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർക്കുകയും നിങ്ങളെ കാണുമ്പോൾ മാത്രം അമിത സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. നഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ള കുട്ടികളുടെ കഴിവുകൾ നോക്കി നിങ്ങളുടെ കുട്ടിയെ വിലയിരുത്തരുത്. നിങ്ങളുടെ കുട്ടിയെ കഴിവുകൾ നോക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതു വലിയ നേട്ടത്തിന് പിന്നിലും അതിനേക്കാൾ വലിയ കഷ്ടപ്പാട് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിങ്ങൾക്ക് ആ സ്വപ്നത്തിനോടുള്ള ആവേശം നഷ്ടപ്പെടുന്നു. പിന്നീട് ആ സ്വപ്നത്തിലൂടെയുള്ള നിങ്ങളുടെ യാത്രയാണ് ആരംഭിക്കുന്നത്. ആ യാത്ര നല്ലതാകാം, ഒരുപക്ഷെ മോശവുമാകാം. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിന് മുൻപ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളെ ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നതാണ്. ഒരു കാര്യത്തിന് വേണ്ടത്ര പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. മറിച്ച് യാതൊരു പരിശ്രമവുമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഏതൊരു കാര്യത്തിനെക്കുറിച്ചുമുള്ള അമിത പ്രതീക്ഷകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. പലർക്കും പലതും നേടുവോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. എന്നാൽ നേടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അപ്രിയമായവർ വേറെയുണ്ടാകില്ല. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർത്താൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാനാകും. കൊടുക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സങ്കടകരമായ നിമിഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമുണ്ട്. അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ആണെങ്കിൽ പോലും. നിങ്ങളെ പരിഹസിക്കുന്ന ധാരാളം ആളുകളുണ്ടാകാം. എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും ആരെയും പരിഹസിക്കരുത്. ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ഉപദേശം ആവശ്യമില്ല. കഷ്ടത അറിയുന്നവന് ജീവിതത്തിൽ ഒരു പരാജയവും ഇല്ല. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് പല കഴിവുകളും നമുക്ക് ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മാനസികമായ കാര്യങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ യാതൊരു പരിഗണനയും നൽകാതെ എപ്പോഴും ശാരീരിക സുഖത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മളെ സഹായിക്കാനെത്തുക. ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പലതുകൊണ്ടും അഭിനയിക്കുന്നവരെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. പരസ്പരമുള്ള വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ് തീരുമാനിക്കുന്നത്. അതിന് കോട്ടം തട്ടുന്നതോടുകൂടി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു.
ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകരാവട്ടെ അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ആക്കിയാലേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്നു. സൗന്ദര്യത്തെക്കുറിച്ച് സ്വപ്നം കാണരുത്. അത് നിങ്ങളുടെ കടമയെ നശിപ്പിക്കും. പകരം കടമകളെക്കുറിച്ച് സ്വപ്നം കാണുക. അത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കും. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയാത്തവർ നേടിയെടുക്കുന്നത് ആത്മാർത്ഥതയില്ലാത്ത വിജയമാണ്. അത് പിന്നീട് എല്ലായിടത്തും കയ്പ് വളർത്തും. ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നിരുന്നവരുടെയും കൂട്ടുകൂടിയവരുടെയുമൊക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. പെട്ടെന്ന് വന്നു പോകുന്ന സന്തോഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതിനേക്കാൾ നല്ലത് എന്നും നിലനിൽക്കുന്ന സന്തോഷത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ്. ഒരാളെ തോൽപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അതേസമയം ഒരാളെ വിജയിപ്പിക്കുക എന്നത് വളരെ പ്രയാസകരവുമാണ്. ആഗ്രഹങ്ങൾ അധികമാകുമ്പോൾ അത് നമ്മുടെ സമാധാനത്തെ സാരമായി ബാധിക്കുന്നു. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കാണുമ്പോൾ മാത്രം ഓർമ്മിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുക എന്നത്. ഒരു സ്ത്രീയുടെ പിൻകഴുത്തിൽ മൃദുവായി ചുംബിക്കുന്നത് ആ സ്ത്രീയിൽ പെട്ടെന്ന് വികാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി മുന്നോട്ടു പോവുക. നാം ചെയ്യുന്ന ജോലിയിൽ പുരോഗമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം.